सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् शुक्लाम्बरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये സർവവിഘ്നോപശാന്തി. എന്റെ ധർമ്മശാസ്താവേ, ഒരു 5 മിനിറ്റ് സ്വൈരായിട്ട് പൂജ ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഹലോ, യാ സാർ, അങ്ങനെ ചെയ്യാം സാർ. ഉടനെ പോയി കസ്റ്റഡി എടുക്കാം സാർ. ഇനി അങ്ങനെ വരില്ല സാർ. ഉടനെ റിപ്പോർട്ട് ചെയ്യാം സാർ. സാർ സാർ, ഈ കാര്യത്തിൽ ഞങ്ങളുടെ യൂണിയന് വ്യക്തമായ നയമുണ്ട്. ആ നയം തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നാണ് ഞങ്ങളുടെ യൂണിയൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നയത്തെ ശക്തമായി ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. ആസാമിൽ കാട്ടുതീ, 24 ആദിവാസി കുടുംബം വെന്തു മരിച്ചു. അവിടുത്തെ ഗാർഡ്സ് എല്ലാം രക്ഷപ്പെട്ടളിയാ. Yes, sir. പിടിച്ചു കേട്ടോ അവനെ. അവന്റെ ഒരു തടിമോഷണം. അവനെ ഇറക്കി വിടുന്നതാണ് നല്ലത്. അതുപോലെ നീ ആരാ? മാറി ആ തടി മാറ്റോ. അവളുടെ ഒരു ചവിട്ട് എന്റെ മൽഗാടിന്റെ വേദന ഇതുവരെ തീർന്നിട്ടില്ല. ഏതായാലും അവളൊരു തികഞ്ഞ അഭ്യാസി തന്നെ. അല്ലേ പിന്നെ അവളെ ഒറ്റയ്ക്ക് അവനെ കൊണ്ടുപോകും. എന്തായാലും ഒരു ദിവസം ഞാൻ അവളെ പൊക്കും. പൊക്കും പൊക്കും. നാണം കെട്ടോമാര് തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. തന്നെയൊക്കെ സർവീസ് പറഞ്ഞേക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ജീപ്പിനകത്തിരുന്ന പോറ്റിയുടെ സാമ്പാർ വിറയല് ഞാൻ കണ്ടു. സാറിന് വേണ്ടി പ്രത്യേകം വെച്ചതാ ഈ മാങ്ങാപ്പുളിശ്ശേരി. കൊള്ളാം, നന്നായിരിക്കുന്നു. സാരല്ല സാറേ, സാറ് കഴിച്ചോട്ടെ. എന്റെ റേഞ്ചർ സാറേ, ഈ വീട്ടിന്റെ കോലം കണ്ടോ? ഇവിടെ ഒരാളുണ്ടല്ലോ, മൂത്തകാട്. ഒരൊറ്റ തുണ്ട് തടി പോലും കൈകൊണ്ട് തൊടത്തില്ല. ദാ അപ്പുറത്തുള്ള 2 തടി ഞങ്ങൾ വെട്ടിയെടുത്തോട്ടെ. എന്റെ ഔദ്യോഗിക ജീവിതം സത്യധർമാദികളുടെ അനുഷ്ഠിതമാണ്. ഒരു മരക്കമ്പ് മുറിക്കുന്ന പോലും എന്റെ മനസ്സ് മുറിക്കുന്ന പോലെയാണ്. സോ ഐ ആം ഹെൽപ്ലെസ്. സാറ് വിളിച്ചോളാം. എനിക്കൊന്നുകൂടെ ചിന്തിക്കണം. ഐ ഹാവ് ടു തിങ്ക്. ഓ മതി, തിങ്കളാഴ്ച മതി. എന്ത് ക്രൂരതയാണ് നിങ്ങളെ കാണിക്കുന്നത്? അഴിച്ചു വിടും അവരെ. ഇവൻ നമ്മ കുലദൈവത്തെ അവമാനപ്പെടുത്തിയാച്ച് അതുക്കുള്ള ശിക്ഷ താൻ ഇത്. ശിക്ഷിക്കാൻ നമ്മളാര്? രക്ഷിക്കാൻ അധികാരമില്ലാത്തവർക്ക് ശിക്ഷിക്കാനും അധികാരമില്ല. അഴിച്ചു വിടും അവരെ. ഇത് എന്റെ കാടിനോട് നീതി. അത് ചെയ്യലാന് കടവുൾ കോപിക്കാതെ. കാടിന് മാത്രം ഒരു നീതിയില്ല മൂപ്പൻ. ഒരേ ഒരു നീതിയേ ഉള്ളൂ, അത് മനുഷ്യരുടെ നീതിയാണ്. ആദ്യം നമ്മളെല്ലാവരും മനുഷ്യരാവുകയാണ് വേണ്ടത്.
56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69. ஐயா பொண்ணிய கிடைச்சதுங்க. ஆனா பணம் தான் கிடைச்சது. 6ஆம் மைல் கொக்கையில சாடி சத்ததுன்னு போலீஸார மாதிரி சொல்றாங்க ஐயா. எல்லா கடவுளும் ஸ்நேகம்தான் பெருசுன்னு சொல்லுது. இப்பந்தான் தெரியுது அன்புதான் துக்கம் என்று. அந்த சமயத்துக்கு பீற்றனை மட்டும் நம்மை காப்பாத்திட்டேன். நம்ம எங்கள் அந்த பீற்றமன் தான் கேட்டது, அல்லாம எங்க கடவுளும் கேட்கல. நாளைக்கு நாக பூஜா, நீங்க வருமா? இல்ல, நானும் வரமாட்டேன். ഹലോ, താനെങ്ങനെ അങ്ങ് പോയാലോ? ഈ സാധനം ഇവിടെ എടുത്തോണ്ട് പോകും. അതല്ല അവൻ എടുത്തോണ്ട് വരുമെന്നേ. വയസ്സ് കുറെ ആയല്ലോടാ തനിക്ക്, എന്നിട്ട് തന്നെ ആർത്തി തീർന്നില്ല. ഞാൻ വരാം. ചായ തനിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട സാർ. പോണോ അവിടുന്ന്? വായി നോക്കി നിൽക്കാണ്ട് വരാം. 6:30 മണിക്കല്ലേ? വരാം. ശരി. റേഞ്ചർ സാറിന് ഒരു സ്പെഷ്യൽ കോംപ്ലിമെന്റ് ഉണ്ട്. വാട്ട് സ്പെഷ്യൽ കോംപ്ലിമെന്റ്? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കോംപ്ലിമെന്റ് ഫോർ യു. ഇവക്ക് ഡാൻസ് അറിയാവോ? പിന്നെ ഡാൻസ് അല്ലേ അവൾക്ക് അറിയാവൂ. നടക്കട്ടെ, നടക്കട്ടെ. റെഡി? നിനക്ക് കഥകളി അറിയോ? ഇല്ല. നോക്കോ, ഞാൻ കാണിക്കാം. പോറ്റി സാറേ, ഇതങ്ങോട്ട് പിടിപ്പിച്ചാട്ടെ. അത് അങ്ങനെ ഇനി അവിടെ കളിച്ചു. റെഡി? പോറ്റി സാറിന് ഇതൊക്കെ അറിയാം. ബ്യൂട്ടിഫുൾ. പിന്നെ ഇങ്ങനെ ഇരുന്നാ മതിയോ? മറ്റവനെ ഒന്ന് അയക്കണം. ആ ഗാർഡുമാരെ ഒന്ന് മാറ്റി തരണം. ഏറ്റന്നേ, ഈ പോറ്റി സാറുകാര് ഏറ്റതാ. പോരെ? നീ ഒഴി ഒഴിക്കണേ. അത്രേ അതെ. ഇതുകൂടെ അങ്ങോട്ട് ഓടി സാർ. എടി ചന്ദ്രാക്ഷിയെ, എന്റെ യൂണിഫോം ഒക്കെ ഇസ്തിരിട്ടോ? എത്ര നേരമായി ചായ വെച്ചിട്ട് കഷ്ടം തന്നെ. ഒന്ന് ക്ഷമി മേസ്ത്രി, അവളെ അകത്ത് സ്വൽപ്പ ഇസ്തിരിയാ. എന്താണ് മനുഷ്യ കിടന്ന് തൊള്ള ഓർക്കുന്നത്? എത്ര നേരമായോ ചായ വെച്ചിട്ട്? നിങ്ങൾക്കൊന്ന് അടിച്ചു കൊടുത്തൂടായോ? വനഭാവി. ഞാൻ വനഭാവി ആയതുകൊണ്ടാ നിനക്ക് 3 ജനിച്ചത് വന്യജീവികൾ. എന്താ അതിന് നിങ്ങൾക്കൊരു സംശയമുണ്ടോ? ഇനി സംശയിച്ചിട്ടെന്താ കാര്യം? സർക്കാർ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? അയ്യോ, എന്റെ മലനട തേവരയെ കാക്കിക്ക് തീ പിടിച്ചെന്നാ തോന്നുന്നത്. നിങ്ങൾ നാട്ടി കൊടുക്ക്. ആരാ ഈ മലനടത്തെ? അവളെ അപ്പൻ.
ஏமாறு சொன்னது நானோ என் மீது கோவந்தாനോ അതെ എന്റെ ഒരു സുഖത്തിനാ. തന്റെ സുഖത്തിന് ഇതിനകത്താണ് വിരലെടുത്ത്. ഒന്ന് വിചാരിച്ച് ഞാൻ നോക്കി ഈ നഖത്തിന് ചുറ്റും പഴുത്തിരിക്കുന്നു. ഈ ചൂട് ചാല് വരുമ്പോ ഒരു സുഖം. അയ്യേ അയ്യോ അമ്മേ. ഡാഡി കുറച്ചുകൂടി കുടിക്കൂ. പനിയൊക്കെ കുറവുണ്ടോ? ഓ സാരമില്ല. ഞാൻ ഇന്നലെ എത്ര പറഞ്ഞതാണ് ലീവ് എടുക്കാൻ. എപ്പ നോക്കിയാലും ഡ്യൂട്ടി. വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും നമ്മുടെ സൂസിമോൾക്കും പിന്നെ ആരുണ്ട്? മോളത് പ്രാർത്ഥിച്ചോ? പീറ്ററിന് എന്താണ് പ്രാർത്ഥിച്ചത്? നമുക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു കുറവും വരുത്താതെ അവളെ വളർത്താൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചു. നീയോ? ഈ സമാധാനവും സന്തോഷവും എന്നും തരണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എന്റെ സ്വപ്നങ്ങളൊക്കെ സൂസി മോളെ ചുറ്റിയാണ്. അവളെ പഠിപ്പിച്ചൊരു വലിയ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ ഒരു IAS കാരി. അയ്യോ, ആദ്യം പറഞ്ഞത് മതി. രണ്ടാമത്തേത് വേണ്ട. റിസ്ക്കുള്ള ഒരു ജോലിയും എന്റെ മോൾക്ക് വേണ്ട. ഉള്ള സമാധാനം കൂടി പോവും. നമ്മുടെ ലൈഫ് പോലെയാവും. നമ്മുടെ ജീവിതത്തിന് എന്താണ് ഒരു കുറവ്? ഒരു കുറവുമില്ല. ഒരു കുറവും വരുത്തരുത് എന്നാണ് എന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന. ദിവസവും നിങ്ങൾ ഡ്യൂട്ടിക്ക് പോയാൽ തിരിച്ചു വരും വരെ എനിക്ക് എന്ത് ഭയമാണെന്നോ. നീ എന്തിനാ പേടിക്കുന്നേ? ആ മോളിന്ന് എന്തോ പ്രാർത്ഥിച്ചേ? എനിക്കൊരു നല്ല ആനക്കുട്ടിയെ തരണേന്ന്. മോളെ ഇവിടെ വാ. അവിടെ നല്ല ഒഴുക്ക. ഇല്ല, ഞാൻ വരില്ല. അവൾ അവിടെ നിൽക്കട്ടെ, എന്റെ മോളാവളു. അയ്യോ, അവിടെ ഭയങ്കര ചുഴിയാ. മോൾക്കങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഡാഡി, നിൽക്കൂ. വൈദ്യബായ്, എന്റെ സങ്കല്പ കുവൈറ്റിലെ രാസായുധമേ, മനോരമയിൽ നിന്നും പനോരമയിലേക്കുള്ള എന്റെ ഈ പ്രയാണത്തിൽ നൂറ്റാണ്ടുകളായി ഞാൻ കാത്തിരുന്നൊരു കഥാപാത്രം എന്റെ കൈ വന്ന് വീണു. ഞാൻ രക്ഷപ്പെട്ടു. നിൽക്കൂ, ഈ അങ്കലാവണ്യം ഞാനൊന്ന് ഒപ്പിയെടുത്തോട്ടെ. ഓക്കേ. കുഴന്തായ്, ഇങ്ങ പാരമ്മാ. അടടടടാ, അഴകാന സ്വരൂപം. നീ മല്ലികை കുങ്കുമമാ, ഇല്ലേ കുറുന്തോട്ടിയാ? അതുമല്ല ഈ മാർഗഴിയിൽ മലരും മാമ്പഴമാ? എന്താ, ഞാൻ കള്ളപ്പുള്ളിയോ കവർച്ചക്കാരനോ മറ്റോ ആണോ? എടാ, നിന്നെ പോലെ 3 പേര് കാട്ടിലുണ്ടോ? ഈ കൊലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, only one. അപ്പോൾ ഈ കൊലയിൽ നീയാണ് പ്രതി. നടക്കടാ. ഈ കാട്ടിൽ യഥേഷ്ടം നടക്കാനുള്ള ദിശ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. അപ്പോ എവിടുന്നാ അങ്ങോട്ട് ട്രാൻസ്ഫോമർ ആയത്? പറമ്പിക്കുളത്തുന്ന. ഞാനേ ഒരു 4-5 വർഷം അവിടെ വിലസി കുളമാക്കിയ സ്ഥലമാ ഈ പറമ്പിക്കുളം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി? അത് ഞാനും ആ റേഞ്ചറും തമ്മിലൊന്നും രസി. അതെന്താ കാരണം? ഞാനും റേഞ്ചറും മത്സരിച്ച് വെടിവെച്ചു. ആരെ? പന്നിയെ, കാട്ടുപന്നിയെ. അത് ഒരൊറ്റക്കണ്ണില്ലാതെ ഇന്നും ആ കാടുകളിലൊക്കെ ചുറ്റി ചുറ്റി സഞ്ചരിക്കുന്നു. അതാണ് എല്ലാ കോട്ടേഴ്സിലും എന്നും ആ പന്നി വന്ന് ആരെയോ തിരയുന്നത് പോലെ. ആരുമല്ല, എന്നെ തന്നെ. അപ്പോഴേ ചേട്ടാ, ഓ. ഇവിടെ ആരൊക്കെ ഉണ്ട്? ചഞ്ചല, എന്റെ ഭാര്യ, പിന്നെ കുറെ ചലപലകളുള്ളൂ. അതാര്? എന്റെ മക്കള്. അപ്പൊ ചേട്ടന് ഇത്രയും ഭാര്യ മക്കളുണ്ടോ? ആ. പക്ഷെ ചേട്ടനെ കണ്ടപ്പോഴും ചെറുപ്പമാണെന്ന് തോന്നുന്നു. അതിന് വേറൊരു കാര്യമുണ്ട്. സഞ്ജീവിനി, ഒറ്റമൂലിയ, യോഗാഭ്യാസം, ശ്വാസോച്ഛ്വാസം, ഇതെല്ലാം ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അതാ ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് എന്റെ 3 സ്റ്റാർ ഹോട്ടൽ. അതിന്റെ ജനറൽ മാനേജർ എന്റെ ഭാര്യ ചഞ്ചല, പിന്നെ 2 പെൺകുട്ടികൾ. മൂത്തവളുടെ പേര്
രതിലീല. അവൾക്ക് എന്റെ സ്വഭാവം, എന്റെ വികൃതി, എന്റെ കുസൃതി, എന്റെ നടത്തം, എന്റെ ഉറക്കം, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ നടത്തം എല്ലാം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കില്ലാത്തൊരു സ്വഭാവം അവൾക്കുണ്ട്, സിനിമാ ഭ്രാന്ത്. ഏത് സിനിമ നടന്റെ ഫോട്ടോ കിട്ടിയാലും അവൾ എവിടെയും പൊട്ടിച്ചുവിടും. അവളെ പ്രസവിച്ചത് തന്നെ അവളുടെ അമ്മ സിനിമാ ഹാളിൽ വെച്ചാണ്. രണ്ടാമത്തവള് അമല. എന്തുമല? ശബരിമല. അമല. അവളെ കൊണ്ട് ഒരു ശല്യമില്ല. വായന 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 24 മണിക്കൂറും വായന തന്നെയാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ രണ്ടാമത്തെ കൊല്ല. ഇനിയിപ്പം കൊല്ലും അവൾ അവിടെ തന്നെ ഇരിക്കും. വേണ്ടി വന്ന ഒരു കൊല്ലം കൂടി ഇരിക്കും. മനസ്സിലായില്ല? അത്രയ്ക്ക് മെടിക്കുകയാണ്. മൂന്നാമത് ഒരു ആൺകുട്ടിയാണ്, ജംഗിൾ മോൻ. സുന്ദരൻ, സുശീലൻ, സുമുഖൻ. പിന്നെ എന്താണെന്നറിയോ, അവൻ ജനിച്ചതും വളർന്നതും കാട്ടിലാണ്. അന്ന് ഞാൻ മാനന്തവാടി ഫോറസ്റ്റ് റേഞ്ചിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി. അന്ന് കാണണം. ജംഗിൾ മോനെ അങ്ങോട്ട് പോ. അതെന്താ അങ്ങനെ? ജംഗിൾ മോനെ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ജംഗിൾ മോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. വിളിക്കണം, ജംഗിൾ മോനെ അങ്ങോട്ട് പോ. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കണ്ടില്ല 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 കണ്ടില്ല. എന്റെ മോനാണ്. തിന്നാ മോനാ, തിന്നാ തിന്നാ തിന്നാ. അപ്പൊ നമുക്ക് ഒരു ചായ കഴിക്കാം. ജംഗിൾ മോനെ ഡാ ഇങ്ങോട്ട് വാ. സൂസി, നിന്റെ മനസ്സെവിടെയാ? നീ എന്താണ് ആലോചിക്കുന്നത്? ആദ്യം മനസ്സിനെ ഏകാഗ്രമായി നിർത്ത്, എന്നിട്ട് വേണം ചെയ്യാൻ. കാട്ടിലെ നിഷ്കളങ്കരായ ആദിവാസികളെയും അവരുടെ ജീവിത രീതിയെയും കുറിച്ച് നമുക്കൊരു ഫീച്ചർ തയ്യാറാക്കില്ലെന്താ? അത് ശരിയാ. നഗരത്തിലെ ചായം തേച്ച മുഖങ്ങളെക്കാൾ എത്രയോ വ്യത്യസ്തരാണിവർ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ. നമ്മളെ പോലെ അല്ലേ? നീയാണോ? നിന്നെ അന്വേഷിച്ച് ഞാൻ ഈ കാടായ കാടൊക്കെ അലഞ്ഞു. രതിയമ്മയ്ക്ക് സുഖമാണോ? ഈ കത്ത് രതിയമ്മയ്ക്കുള്ളതാ. അടുത്ത പ്രാവശ്യം മദ്രാസിൽ വരുമ്പോ നിനക്ക് ഞാൻ പളപളാ തിളങ്ങുന്ന ഒരു ഉടുപ്പോടെ തരാം. പൊക്കോ. നീ പോയില്ലേ? പോടാ. വൈരിപ്പ സുന്ദര പോടാ. അല്ല പോടാ. അയ്യോ, ജംഗിൾ മോനെ ഇങ്ങോട്ട് വാടാ. താൻ എന്റെ സ്വഭാവം അറിയില്ല. അവന്റെ സ്വഭാവം അങ്ങനെയാ. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇരിക്കാൻ പറഞ്ഞാൽ നിൽക്കും. അങ്ങനെയാ അവന്റെ സ്വഭാവം. അവന്റെ സ്വഭാവം പോലെ തന്നെ പല്ല്. നേരെ ഇരിക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കും. പോട്ടെ സാർ. അയ്യോ, ഭരതൻ ഇത് എങ്ങനെ പഠിച്ചു? എന്നോട് അപ്പാവുക്ക് ഇത് നല്ല തെറിയും. മനോഹരായിരിക്കുന്നു. ഉനക്ക് പഠിക്കணுமா? എന്താ அந்த மாதிரி இல்ல, இப்படி
ആരാണ്? ചേട്ടനെടുത്ത എന്റെ ഫോട്ടോ താമസിയാതെ പെട്ടിക്കടകളിൽ തൂങ്ങുന്ന കാണാം. ചേട്ടൻ ഇനി ഈ വഴി വരില്ലേ? എന്റെ തൊണ്ടയിൽ ശ്വാസമുണ്ടെങ്കിൽ അടുത്ത കർക്കിടകത്തിൽ ഞാൻ ഇതുവഴി വരും. എന്റെ ഇടിമിന്നൽ മദാലസ എന്ന പടത്തിന് വേണ്ടി. നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. ഇത്ര പെട്ടെന്ന് പോകാൻ വിഷമം കാണുമല്ലേ? വിഷമമുണ്ട്, സാരമില്ല. ഇതാ എന്റെ ഓർമ്മയ്ക്കായി. പൊന്ന വീടിന്റെ നിലയിൽ വെച്ച് എന്നാ பண்ண പോരെ? காசு இல்லாம என்ன பண்றோம்ப்பா? കാശ് ഇറക്കയോ ഇല്ലയോ, പൊണ്ടാട്ടി കുളന്തയോടുകൂടി വരതക്ക് മുന്നേ എപ്പടിയാവത് മുടി. ആഹാ, മൂപ്പനോ? ഈ നേരത്തെ മൂപ്പനെ ഇവിടെ കാണാറില്ലല്ലോ, എന്തു പറ്റി? മൂപ്പനിക്ക് വയസ്സായി പോയിച്ച് ഇപ്പൊ എങ്കേയും പോവതില്ലേ, കാശും കിടയാതെ. காசு இருந்தா எப்போ தண்ணி சாப்பிட்டுருப்பாங்க. പോടാ പൈത്യക്കാരാ. എന്താ മൂപ്പ ആലോചിക്കുന്നേ? ഒന്നുമില്ലേ. ഇപ്പൊ ഉങ്ക അപ്പാക്ക് ഉടമ്പടി ഇരിക്ക്? സുഖായിരിക്കുന്നു. മരുതം വീട്ടിലില്ലേ? அப்ப கூப்பிட்டு வர சொல்லியாச்சா? அங்கே இருக்கு. இனி ராத்திரி தான் வரும். போய் பாருங்க. എന്താടി ഇത്? എടി എന്താണെന്ന്? വിറകയ്യ പത്ത വയ്ക്കാൻ. പത്ത വെക്കാനോ? വിറകല്ല, ഒരു കരിയില പോലും ഈ കാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇതെന്റെ ഡ്യൂട്ടിയാണ്. എടീ, നിന്നെ പോലുള്ളതാണ് ഈ കാടിന്റെ സമ്പത്ത് നശിപ്പിക്കുന്നത്. സാർ, ഇത് വെറും ചുള്ളിക്കമ്പ് താനേ. അമ്മക്ക് തണ്ണി അനത്തതുക്ക്. നിന്റെ അമ്മയ്ക്ക് വെള്ളം തിളപ്പിക്കുന്നത് കാട്ടിലെ വിറകെടുത്തിട്ടാണോടി? നടക്കടി, ഇങ്ങോട്ട് നടക്കടി. ആരും കാണാതെ എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആരും കാണാതെ അതെന്ത് ചോദ്യാ? എന്താ എന്താ? അയ്യാ, കൊഞ്ചം ചുള്ളിക്കമ്പ്. അമ്മയ്ക്ക് ഉടമ്പ് ശരിയല്ലേ? അതുക്കാതെ കാടിന്റെ അവകാശികളായ ആദിവാസികള് തീ കത്തിക്കാൻ ഒരു 4 ഉണക്കൊമ്പെടുത്തപ്പോ നിനക്ക് വനസംരക്ഷണം വേണം. ഇതെല്ലാം ഞാൻ ഇവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. 1000കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി ലോറിക്കണക്കിന് തടികൾ കയറ്റി പോകുന്ന സമയത്ത് എവിടെ പോയിരുന്നടാ നിന്റെ വനസംരക്ഷണ നിയമം? പൊന്നൻ ചേട്ടൻ കാടിനെയും ജോലിയും പറ്റിയൊന്നും അധികം ഒന്നും പ്രസംഗിക്കണ്ട. പ്രസംഗിക്കല്ല, 25 വർഷം സർവീസിലെ അനുഭവം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കാട്ടിൽ കഞ്ചാവ് കൃഷിയില്ലേ, കള്ളവാറ്റില്ലേ, ആനക്കൊമ്പ് മോഷണില്ലേ, ഇതെല്ലാം ഇവരാണോ ചെയ്യുന്നത്? അപ്പോ ചേട്ടൻ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനല്ലേ? അതേടാ, നീ എന്റെ വീട് ചെന്ന് നോക്ക്. ഞാൻ ഇന്നും ആ പഴയ ചായക്കടത്തിന്റെ ജീവിക്കുന്നത്. കിട്ടുന്ന ശമ്പളം കൊണ്ട് അന്തസ്സും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. നീ എങ്ങനെയാണോ? എന്റെ ഭാര്യക്ക് അവിടെ ഒരു ലോറി, അളിയന് ഇവിടെ ഒരു ലോറി, ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീട്. എന്നാ എന്നെ കൊണ്ട് അധികമൊന്നും പറയിപ്പിക്കണ്ട. കാടിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ കണ്ടത് ഇവളോടാണല്ലേ? അതും ഇവിടെ വെച്ച് പോരാ, കാട്ടിനകത്ത് വെച്ച്. നിന്റെ പാടി എവിടെയാടി? പക്കത്തില്. പക്കത്തിലാ? ആ, എടുത്ത് പോ. വാ. സാരമില്ല. ഒറ്റോളൂ. നാൻസി, സത്യത്തിൽ ഈ വനഭംഗിയുണ്ട് എന്നാൽ ഞാൻ എല്ലാം മറന്നുപോകും. എല്ലാം തന്നെ ഒഴിയെ. താൻ ഇവിടെ നിൽക്ക്, ഞാൻ ആ പോയ പാർട്ടി നോക്കിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കോ? തന്നെ ആരും പിടിച്ച് നിന്നെയൊന്നുമില്ല. താൻ ആരെയും പിടിച്ചില്ലായിരുന്നാ മതി. അതിയോദിക്ക് നീ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ കള്ള കഥകളൊക്കെ എനിക്കറിയാം. നിന്റെ കാമുകൻ ആ റേഞ്ചറെ സ്വാധീനിക്കാനല്ലേ നിന്നെ കൊണ്ടുവന്നത്?
വെറുതെ നീ എന്തിനാ അവരുമായി വഴക്കിടാൻ പോയി? അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ ഭക്ഷണം റേഞ്ചറുമായാണ് അവളുടെ കൂട്ട്. ഏതോ കാട്ട് കള്ളന്മാരാ. ആരെക്കുറിച്ചും അങ്ങനെ മുൻ ധാരണകൾ വെച്ച് പുലർത്തരുത്. ഇനി ചിലപ്പോ അവരെ പിടിക്കാൻ വന്നവരായിക്കൂടെ? അങ്ങനെ ആവാൻ വഴിയില്ല. നീ ഏതായാലും അവരോട് വഴക്കിന് പോയത് തെറ്റായിപ്പോയി. ആക്രമിക്കാനല്ല, അതിനെ തടയാനാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചത്. വെറും ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രം. അതൊരിക്കലും നീ മറക്കരുത്. അയ്യോ, തോമസ് കുട്ടിയായിരുന്നോ? എന്റെ പൊന്നും തോമസ് കുട്ടിയെ, എന്റെ ഡ്യൂട്ടി സമയത്ത് തന്നെ വേണോ നിന്റെ ഈ കാളിയമർദ്ദനം? പൊടി വലിക്കുന്നോ? ഞാൻ പൊടി വലിക്കാൻ വന്നതാ. നീ എന്നെ അവിടെ വലിച്ചാ മതി. പൊടി വലിച്ചാലേ നല്ല ഉന്മേഷം ഉണ്ടാവും. വേണ്ട, ഉള്ള ഉന്മേഷം മതി കേട്ടാ. പെൺകുട്ടികളെ അലവരാജികളാക്കാൻ വേണ്ടി വണക്കം തമ്പ്ര. നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്, അതിനാ വിളിപ്പിച്ചത്. നീ വെക്കോ. ഞങ്ങളുടെ കൂടെ ഒരിടം വരെ ഒന്ന് വരണം. ഇപ്പൊ തന്നെ വേണം. நீங்க என்கிட்ட சகாயம் கேட்கறதுக்கு ஞான் ஆறு. நீங்க சொன்னதெல்லாம் நான் செஞ்சிருக்கு. ஆனால் இப்போ என் உடம்பு கொஞ்சம் கூட சரியில்லை. என்னால் எங்கேயும் வர முடியாது. മന്നിച്ചിടും കയ്യ. നീ വന്നേ നോക്കൂ. വെള്ളിമലയ്ക്കൊന്ന് വഴി കാണിച്ചു തന്നാൽ മാത്രം മതി. പിന്നെ ഞങ്ങൾ പോയിക്കൊള്ളാം. வெள்ளிமலைக்கா? அங்க போக கூடாயா? நாங்களே யாரும் இதுவரை போனதே கிடையாது. அங்க யாரும் போக கூடாயா? നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? இப்போ உனக்கு நீலனையும் கெடுத்து உங்க அப்பாவுக்கு கல்யாணத்துக்கு காசும் வச்சோம். நீ அன்னைக்கு அவசரப்பட்டனால உனக்கு நீலனை கிடைச்சது. அன்னைக்குப்பட்ட அவசரம் எங்களுக்கு தான் தெரியும். அதுக்கப்புறப்பட்ட அவசரம் കുളിക്കടവിൽ തന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇന്നലെ എനിക്ക് മാത്രം വിളമ്പിയ നെല്ലിക്കാത്തോരൻ കരിമീൻ ഇലയിൽ കണ്ടില്ലെങ്കിലും ആ കണ്ണുകളിൽ തത്തിക്കളിക്കുന്ന ഞാൻ കണ്ടു.
കുറച്ചു ദിവസമായി ഇവിടെ കാണുന്നല്ലോ. ആ. എന്താ ഉദ്ദേശം? ആ, കൂപ്പ് കോൺട്രാക്ടർ വല്ലപ്പ മുതലാളിയുടെ പുതിയ സിനിമ ഡയറക്ട് ചെയ്യുന്നതിന്റെ മുന്നോടിയായി ലൊക്കേഷൻ നോക്കാനുള്ള തിരക്കിലാണിപ്പോൾ. നിശ്ചല ഛായാഗ്രഹണത്തിൽ നിന്നും സംവിധാന ഗ്രഹത്തിലേക്ക് ഒരു റോക്കറ്റ് പോലെ കുതിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പൊ ചേട്ടാ സിനിമാക്കാരനാണോ? ഞാൻ സിനിമാക്കാരനല്ല, പക്ഷേ സിനിമ എന്നിലൂടെ കടന്നു പോകുന്നു, കമ്പിയിലൂടെ കറണ്ട് പോകുന്നത് പോലെ. ഈ സിനിമാ പതിപ്പിൽ സിനിമാക്കാരെ കുറിച്ച് എഴുതുന്നതെല്ലാം സത്യമാണോ? എന്താണ് നാമധേയം? രതിലീല. ഹായ്, ഫാന്റാസ്റ്റിക് അന്റാർട്ടിക്ക. ഒരു സിനിമാറ്റോണിക് നെയിം രതിലീലൈ. ரொம்ப ஜோரா இருக்கு. ഞാൻ എഴുതിയ നടനും നടിയും ഇടവഴിയിൽ എന്ന പരമ്പര വായിച്ചാണ്. വലിയ നടികളായ ജയപ്രദയും ശ്രീദേവിയും ഏത് സോപ്പ് തേച്ചാണ് കുളിക്കുന്നത്? നാഡോ, മംഗോളിയ, മെസ്സപ്പൊട്ടേമിയ, ഇതെല്ലാം ഫോറിൻ പദമുള്ളതാ. ഇന്നാൾ ഇവിടെ ഒരു സിനിമാക്കാരി വന്നപ്പോ ഉം. 501 ബാർ സോപ്പ് ആയിരുന്നല്ലോ. അയ്യേ, നോ നോ നോ, അത് 501. രതിയുടെ നിഷ്കാപട്യ സുന്ദരമായ മുഖം, നായികയാകാനുള്ള ആകാരം, ആരോഗ്യം. ആ കൈ തരുവനെ എന്തൊരു നഖം. മതി, മന്മതി. എനിക്ക് വിശ്വാസം വരുന്നില്ല. ചേട്ടന്റെ പേര്? ഭാനുവിക്രമ ഷെഡ്ഡി. ഷഡ്ഡി ചേട്ടാ. എന്തോ നോക്കൂ, ഹിന്ദിയിലെ ജയപ്രദ മുതൽ ശ്രീദേവി വരെ, തമിഴകത്തെ സരിത, ബംഗാളിലെ പൂനാവലി, മലയാളത്തിലെ ഷീല, ശാരദ, സുകുമാരി, ഫിലോമിന, മാളൂട്ടി വരെ ക്യാമറ കണ്ണുകൊണ്ട് ഒപ്പിയെടുത്ത് സിനിമാ തിയേറ്ററിലെ വെള്ള തുണിയിൽ വാരി വിതറിയത് ഞാനാണ്, ഈ ഭാനുവിക്രമ ഷെഡ്ഡി. ഷഡ്ഡി ചേട്ടാ, എന്തോ? എനിക്കും സിനിമയിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. ഉഹും. നായികയുടെ വേലക്കാരിയായിട്ടെങ്കിൽ. രതിയമ്മേ, ഛേ, വേലക്കാരിയോ? എടുത്ത് ചാടരുത്, അടിവെച്ച് കയറുക. എന്റെ കാര്യങ്ങൾക്ക് ശക്തി തരൂ, ഞാൻ നിന്നെ പൊക്കിയെടുത്ത് അപ്പുറത്തിടാം. ആ. ഏ? நான் எங்கெல்லாம் தேடினேன் தெரியுமா? ഉം. இன்னைக்கு ராத்திரி எங்க குலதெய்வத்துக்கு கன்னியா பூஜை இருக்குதுங்க. അതെന്താ വെറുതെ കന്യാ പൂജ? நாக கோபத்தால் கல்யாணமாகாத மங்கைக்கு இந்த பூஜை முடிஞ்சா 1 வருஷத்துக்குள்ள கல்யாணம் நடக்குன்னு எங்க நம்பிக்கை. അങ്ങനെയാണോ? நீங்க வருமா? ഉം. சும்மா சொல்லக்கூடாது. വരും. തീർച്ചയായും.
വരദാ! വരദാ! വരദാ, ഞാൻ എവിടെയെല്ലാം അന്വേഷിക്കുന്നു. അപ്പാവും പോச்சு എനിക്ക് യാരുമേ ഇല്ല. എനിക്ക് ഞാനുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്ന് ഡിപ്പാർട്ട്മെന്റ് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ഫയല് അത് ഞാൻ എടുത്തു കൊടുത്തു. മിക്കവാറും എന്റെ ഉദ്യോഗം തെറിക്കും, എങ്കിലും ഞാൻ സംതൃപ്തനാണ്. ഞങ്ങളുടെ കഞ്ഞിക്കല മുട്ടിക്കുമോ എന്റെ ഈശ്വരാ? അയ്യോ, എല്ലാ ഫയലുകളും എടുത്തിട്ട് പോയി കാണും. ഇങ്ങനൊക്കെ സംഭവിക്കുന്ന എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് എല്ലാ രേഖകളും എഡിറ്റർക്ക് ഞാൻ എപ്പോഴേ അയച്ചു. സോ ഫർഗെറ്റ് ഇറ്റ്. ചേട്ടാ ഡ്യൂട്ടി കഴിഞ്ഞ വരെയാണോ? ആ പിന്നെ ആ, രതിലീല പോയി. പോയോ? പോട്ടെ, പോകുമല്ലോ. അവളൊരുത്തനായിട്ട് സ്ഥലം വിട്ടെന്നേ. ഇത്രയും കാലത്ത് സർക്കാർ സേവനം കൊണ്ട് നേടിയത് ഒരു 3 സ്റ്റാർ ഹോട്ടലും കളങ്കമറിയാത്ത എന്റെ ഭാര്യയും കുഞ്ഞും. യോ, അതിന് താൻ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ രജിമോളെ ഒരു ദൈവപുത്രൻ വന്ന് മണവാട്ടിയായി കൊണ്ടുപോയി. അതുപോലെ മറ്റവളും അന്തസ്സായി പോവും. കാട്ടിലെ മുതലാളിമാരുടെ പാരിതോഷികം വാങ്ങാത്ത എന്നെ പോലുള്ളവരുടെ മക്കളെ രക്ഷിക്കുന്ന ദൈവമേ, നിനക്ക് സല്യൂട്ട്. പിന്നെ സുഹൃത്തെ, ഈ സുഖം ഇന്നത്തേക്ക് കൂടിയേ ഉള്ളൂ. അതൊക്കെ വരാൻ കണ്ട ഒരു സമയമേ. പിന്നെ നമുക്കിന്നൊന്ന് ആഘോഷിച്ചാലോ? എന്താഘോഷം? അല്ല, ഈ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഇപ്പൊ ആഘോഷിക്കണ്ട പ്ലീസ്. എന്റെ നാൻസി അല്ലേ, പ്ലീസ്. റെയിൽവേ സ്റ്റേഷൻ. ആട്ടോ ഓടരുത്. രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഇവിടുത്തെ കാട്ടുകള്ളനായ മനോഹര മുതലാളിക്ക് വേണ്ടി നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ കൊല്ലേണ്ടി വന്നു. ആ പാപം കഴുകിക്കളയാൻ കാശിയിലും ഗംഗയിലും ഹരിദ്വാരിലും 1.5 വർഷക്കാലം തപസ് ചെയ്തവനാണ് ഞാൻ. വന്നപ്പോൾ കേട്ടത് അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു. ഞാൻ അനാഥാലയത്തിന്റെ പ്രിൻസിപ്പൾ ഒന്നും അല്ലല്ലോ. ഈ കാഷായം വലിച്ചെറിഞ്ഞ് എന്റെ ആ പഴയ വേഷം ധരിക്കാൻ ഞാൻ മടിക്കില്ലടാ. അകാരണമായ ഒരു കൊലപാതകത്തെക്കാൾ ഭീകരമാണടാ. അമ്മാവൻ എന്നോട് ക്ഷമിക്കണം. ഇവളെയും കുഞ്ഞിനെയും ഞാൻ കൊണ്ടുപോകുന്നു. പോയിട്ട് വരട്ടെ അമ്മാവൻ. വെട്ടിയെടുത്ത് പോയിട്ട് വരട്ടെ അമ്മാവൻ.
ഡാഡിക്ക് മകനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു മോഹം. ഒരു ജേർണലിസ്റ്റ് ആകാനായിരുന്നു എനിക്ക് ആഗ്രഹം. കുട്ടിക്കാലം മുതലേ ഐ ലൈക്ക് ഇറ്റ്സ് ചലഞ്ചസ്. ലക്ഷ്യങ്ങളുള്ളവർ വെല്ലുവിളികളെ ഭയക്കാറില്ല. ഈ കാട്ടിൽ എന്തിനു വന്നു? നമ്മുടെ വനസമ്പത്തിനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാൽ കാടിന്റെ എല്ലാ അംശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി, അതാണ് എന്റെ ഇപ്പോഴത്തെ സ്വപ്നം. അല്ല, സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം, സമയം വരട്ടെ. ഈ ഫോട്ടോ എങ്ങനെ നിനക്ക് കിട്ടി? ഈ ഫോട്ടോയിൽ കാണുന്നത് ആരാന്നറിയാമോ? അറിയാം, എന്റെ ഡാഡി മമ്മി, പിന്നെ ഞാൻ. എന്റെ പീറ്ററും കാണുന്നു നിന്റെ ഡാഡി. ആണോ? നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നാൻസിയാ. അങ്കിൾ, റോബർട്ട്, ഇതാണ് എന്റെ പീറ്റർ അങ്കിൾ. പീറ്റർ അങ്കിൾ, അങ്കിൾ നാൻസി മോളെ മറന്നുപോയോ? എല്ലാം ഇന്നലെ നടന്നതുപോലെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഒരു സത്യസന്ധനായ റേഞ്ച് ഓഫീസർ, എടാ അവൻ നമ്മളെ അകത്താക്കി. അതിനു മുമ്പ് ഇന്നത്തെ ക്രിസ്മസ് നമുക്ക് അവന്റെ വീട്ടിൽ ആഘോഷിക്കണം. മോളെ സൂക്ഷിച്ച്, ദേ ഇത് കത്തിക്ക്. ആ, അങ്ങനെ. അങ്ങനെ, ആ. ദേ ഒത്തിരി എത്തുന്നുണ്ടോ മോളെ? ആ മോളെ, ദേ ആ വരുന്നുണ്ടോ? ദേ നോക്കിയേ. അങ്ങോട്ട് എല്ലാരും പള്ളിയിലേക്ക് പോയി മമ്മി. ക്രിസ്മസ് അപ്പനും പോയി, നമുക്കും പോണ്ടേ? ഡ്യൂട്ടി തീർന്നാലുടൻ ഡാഡി വരും. മോൾ ക്ഷമിച്ചിരിക്കും. ഈ ഡാഡിക്ക് ഏത് നേരവും ഡ്യൂട്ടിയാ, ഒരു നേരത്തും ഒഴിവില്ല. ഡാഡിയുടെ ഡ്യൂട്ടി അങ്ങനെയുള്ളതാ മോളെ. എല്ലാ ദിവസവും ഡ്യൂട്ടി, 24 മണിക്കൂറും ഡ്യൂട്ടിയാ. ആ ദേ മോടെ ഡാഡി വന്നു. വാ. ആരാ? എന്തു വേണം? അവിടെ ക്രിസ്മസ്
മോളെ മോളെ മേഴ്സി കുടിയാളിയാ മതി. മനസ്സമാനത്തോടൊന്ന് കുടിക്കാൻ കൂടി കഴിയുന്നില്ല. അതെന്താടാ, അവൻ ഇവിടെ എങ്ങാനും കയറി വരൂ? നമ്മുടെ ഈ താവളം ആരാടാ കണ്ടുപിടിക്കുന്നത്? അവൻ ആ ബംഗ്ലാവിലൊക്കെ അന്വേഷിച്ചിട്ട് പോവും. പിന്നെന്തിനാ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ? ആരും കാണത്തില്ല. അവനിപ്പോ ശവപ്പെട്ടി അന്വേഷിച്ച് നടക്കുകയായിരിക്കും. അതേടാ, 3 ശവപ്പെട്ടിയിൽ കൂടി ഏർപ്പാട് ചെയ്തിട്ടാടാ തെണ്ടികളെ ഞാൻ വന്നിരിക്കുന്നത്. അവർ ഞാൻ മരിച്ചുപോയെന്ന് റെക്കോർഡുണ്ടാക്കി. എന്റെ സർവവും തകർത്തു. നിയമത്തിന്റെ കയ്യിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞു. പക്ഷേ ഈ പീറ്ററിന്റെ കൈകളിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു മിസ്റ്റർ റോബർട്ട്. ഓഫീസിലെ ഫയലുകളെല്ലാം ഞാൻ പരിശോധിച്ചു. വേണ്ടത്ര രേഖകളുടെ കോപ്പി എടുത്ത് എല്ലാ പത്രത്തിനും ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനും അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. എനിക്ക് എന്റെ സ്വന്തം മാർഗത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അടുത്ത ആഴ്ച ക്രിസ്മസ് അല്ലേ? ഈ ക്രിസ്മസിന് അങ്കിള് സൂസി നാട്ടിൽ വരണം. മമ്മിക്ക് എന്ത് സന്തോഷമായിരിക്കുമെന്നോ. സൂസി വേണേ കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ വരുന്നില്ല. ഈ ക്രിസ്തുമസ് എനിക്കൊന്ന് ആഘോഷിക്കണം. എന്നെ സർവീസിന് സസ്പെൻഡ് ചെയ്തു. എൻക്വയറി കഴിഞ്ഞോടൻ പണി പോകും. അത് തീർച്ചയാണ്. പോറ്റിയുടെ പണി പോയോ? ഇനി ചുമ്മാ അലവൻസ് വാങ്ങി വീട്ടിൽ ഇരുന്ന് സൂഹിക്കാമല്ലോ. വേണോ ഇങ്ങോട്ട് കൂടിക്കോ. നമ്മുടെ ആളുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം,
റേഞ്ചർ പീറ്റർ മരിച്ചിട്ടില്ല. അയാളും മകളും ഈ കാട്ടിൽ തന്നെ എവിടെ ഉണ്ട്. പോറ്റിയ പീറ്റർ മരിച്ചിട്ടില്ല. പീറ്റർ മകളും ഈ കാട്ടിലുണ്ട്. ആ ചെറുക്കനെ പോയിട്ട് കാണുന്നുമില്ലല്ലോ. ഏത് ചെറുക്കൻ? ആ ആദിവാസി ചെറുക്കനെ. അവൻ ഒന്നിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇനി ഒരു ആദിവാസി പെണ്ണിന്റെ കുറവും കൂടിയേ ഉള്ളൂ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിയാ തോമാച്ചൻ. നല്ലൊരു ക്രിസ്തുമസ് ആയിട്ട് അവനും എത്തിയില്ലല്ലോ. എന്താ ചെയ്യാ? ആ നീ പോ, ഞാനിപ്പോ വരാം. ഇടോടോ, എവിടുന്നെങ്കിലും കെട്ടിയെടുക്കും ഓരോന്നിനും. ഇവിടെ ഒന്നും വേണ്ട, കൊണ്ടുപോയി. ആ താമ്പോ. വേണ്ട. ഇവിടേക്കാ. ക്രിസ്തുമസ് ഒരു സ്പെഷ്യൽ ക്രിസ്മസ്. ഈ ക്രിസ്തുമസ് ഒരു സ്പെഷ്യൽ ക്രിസ്മസ്. ഇത് നമുക്ക്